അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് താൻ ജയിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ എക്കോണമിയെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നും അമേരിക്കയിലെ ഇൻഫ്ലേഷൻ ഒന്നാം ദിവസം തന്നെ ഇല്ലാതാക്കുമെന്നും അതുപോലെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ നികുതി ഇളവ് അല്ലെങ്കിൽ ടാക്സ് കട്ട് നൽകുമെന്നും അതിൻ്റെ ഭാഗമായി അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കി മാറ്റും എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് താരിഫ് എന്ന് പറയുന്നത്. ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ താരിഫുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളിലൂടെയാണ് അമേരിക്കൻ എക്കോണമി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാം. അമേരിക്കയുടെ GDPയിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ മുന്നോട്ട് വരുന്നു. അവിടുത്തെ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാകുന്നു. US ഡോളറിൻ്റെ മൂല്യത്തിൽ ചെറിയ രീതിയിലുള്ള ഇടിവുകൾ കാണാൻ സാധിക്കുന്നു. അമേരിക്ക ഒരു റിസഷനിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയേക്കാം എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ താരിഫ്സ് മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായി എന്തുകൊണ്ടാണ് അമേരിക്കൻ സാമ്പത്തിക മേഖല ഈ പ്രശ്നങ്ങൾ നേരിടുന്നത്? ഈ കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ താരിഫ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ വെളിയിൽ നിന്ന് രാജ്യത്തിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് മുകളിൽ ചുമത്തുന്ന ഒരു നികുതി അല്ലെങ്കിൽ ഒരു ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം സ്മാർട്ട് ഫോണുകൾ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ കമ്പനികളുണ്ട്, വിദേശ രാജ്യത്തെ കമ്പനികളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇന്ത്യൻ കമ്പനിയാണ് ആ ഫോൺ നിർമ്മിക്കുന്നത്. ആ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 20,000 രൂപയാണ് എന്ന് വിചാരിക്കാം. അതേ അവസരത്തിൽ അതേ മാർക്കറ്റിൽ തന്നെ ഒരു ചൈനീസ് കമ്പനി നിർമ്മിക്കുന്ന മറ്റൊരു സ്മാർട്ട് ഫോണും കൂടെ ഉണ്ട്. ഏകദേശം ഈ ഒരു ഫോൺ ഇന്ത്യൻ ഫോണിൻ്റെ അതേ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ചൈനീസ് കമ്പനിയുടെ ഫോണിനും ഉള്ളത്. പക്ഷേ ആ ഫോണിന് വെറും 18,000 രൂപ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളും വാങ്ങിക്കുന്നത് ചൈനീസ് കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഫോണായിരിക്കും. കാരണം അതിന് വില കുറവാണെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇന്ത്യൻ കമ്പനിയുടെ ഫോണിന് ഡിമാൻഡ് കുറവുമായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുകയാണ്. ഈ ചൈനീസ് ഫോണുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ ഇന്ത്യൻ ബ്രാൻഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾക്ക് മുകളിൽ 25% ഒരു താരിഫ് പ്രഖ്യാപിക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ചൈനയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോണ് നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 25% എക്സ്ട്രാ താരിഫ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 18,000-ൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,500 രൂപയാണ് എന്ന് കാണാം. പക്ഷേ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ ആ നഷ്ടം സഹിക്കില്ല. അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡീലർക്ക് വിൽക്കുകയാണ്, ഒരു ഷോറൂമിന് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ആ ഷോറൂമിൻ്റെ കയ്യിൽ നിന്ന് ഈ എക്സ്ട്രാ പൈസ അദ്ദേഹം ഈടാക്കും. അങ്ങനെ ഷോറൂം 18,000 + 4,500 രൂപ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ കയ്യിൽ നിന്നും ഈ ഫോൺ വാങ്ങുന്നു. പക്ഷേ ഷോറൂമും ആ നഷ്ടം സഹിക്കുകയില്ല. ഷോറൂം എന്താണ് ചെയ്യുന്നത്? ഒരു കസ്റ്റമർ, എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു കസ്റ്റമർ ആ കടയിൽ ഫോൺ വാങ്ങാൻ ചെല്ലുമ്പോൾ പണ്ട് 18,000 രൂപയായിരുന്ന ആ ഒരു ഫോണിന് ഇപ്പം 4,500 രൂപ എക്സ്ട്രാ കൊടുത്ത് 22,500 രൂപ കൊടുത്തേ ആ ഫോൺ വാങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു വസ്തുവിൻ്റെ മേൽ നമ്മുടെ ഗവൺമെൻറ് താരിഫ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ താരിഫ് പേ ചെയ്യുന്നത് ഒരു വിദേശ രാജ്യമോ വിദേശ കമ്പനിയോ ഒന്നും ആയിരിക്കുകയില്ല. ആ പ്രോഡക്റ്റ് അവസാനമായി വാങ്ങുന്ന ആ രാജ്യത്തെ ഇന്ത്യയിലെ തന്നെ ഒരു കസ്റ്റമർ ആയിരിക്കും ആ പൈസ പേ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം കാര്യമല്ലേ? ഇതെങ്ങനെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സഹായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതേ സ്പെസിഫിക്കേഷനുള്ള ഒരു ഇന്ത്യൻ പ്രോഡക്റ്റും അവിടെയുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ വില വെറും 20,000 രൂപ മാത്രമാണ്. അപ്പോൾ ഈ താരിഫ് വന്നതിന് ശേഷം ആളുകൾ നോക്കിക്കഴിയുമ്പോൾ ചൈനീസ് ഫോണിനേക്കാളും വില കുറവാണ് ഇന്ത്യൻ ഫോണിനെ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ ആളുകൾ ഇന്ത്യൻ ഫോൺ വാങ്ങാൻ ആരംഭിക്കുകയും ആ ഫോണിൻ്റെ ഡിമാൻഡ് ഉയരുകയും അങ്ങനെ ആ ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇത് മാത്രമല്ല, ഈ ഓരോ ചൈനീസ് ഫോണുകളും ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഈ താരിഫ് ഉള്ളതുകൊണ്ട് തന്നെ ആ താരിഫ് ആർക്കാണ് ലഭിക്കുന്നത്? അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ് ലഭിക്കുന്നതെന്ന് കാണാം. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു അധിക നികുതി വരുമാനം ലഭിക്കുന്നു. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ചൈനീസ് ഫോൺ കമ്പനിക്ക് ഇന്ത്യയിൽ അവരുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് മറ്റൊരു കാര്യം ചെയ്യാം. അവർക്ക് അവരുടെ ഒരു ഓപ്പറേഷൻ ഇന്ത്യയിൽ ആരംഭിക്കാം. ഇന്ത്യയിൽ തന്നെ അവരുടെ ഫോൺ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ഈ താരിഫിൻ്റെ കാര്യം വരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ വിദേശ കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയും അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെ വിറ്റഴിക്കുകയും അതിൻ്റെ ഭാഗമായി കൂടുതൽ ഫാക്ടറികളും തൊഴിലവസരങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതും നമ്മുടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലെല്ലാം താരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട്
എങ്ങനെയാണ് അത് എക്കോണമിക്ക് സഹായകരമായി മാറുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരികയാണ്. താരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് താരിഫ് ഏർപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അമേരിക്കൻ എക്കോണമിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അപ്പം അതിനു വേണ്ടിയിട്ട് ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ചിക്കൻ വാർ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുള്ള ആളുകൾ കൂടുതലായിട്ട് ചിക്കൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് അമേരിക്കയിൽ നിന്നുമാണ് എന്ന് കാണാം. 1962 മാത്രം ഏകദേശം $50 മില്യൺ ചിക്കനാണ് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിലുണ്ടായിരുന്ന ഈ ചിക്കൻ ഫാർമേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ കർഷകർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം അവരുടെ ചിക്കനൊന്നും ആരും വാങ്ങുന്നില്ല. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിലെ ഗവൺമെൻറ്റുകൾ ഒരു തീരുമാനമെടുക്കുകയാണ്. അമേരിക്കയിൽ നിന്നും USA നിന്നും യൂറോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ചിക്കൻ പ്രോഡക്റ്റുകളുടെ എല്ലാം മുകളിൽ 25% ഒരു നികുതി ഏർപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 5 പൗണ്ടുള്ള ഒരു ചിക്കന് $1.60 ആയിരുന്നത് ഒറ്റയടിക്ക് $2.25 ആയിട്ട് ഉയരുകയും അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ ചിക്കൻ ആളുകൾ കൂടുതൽ വാങ്ങാൻ തുടങ്ങുകയും അമേരിക്കൻ ചിക്കൻ്റെ വിൽപ്പന വലിയ രീതിയിൽ ഇടിയുകയും ചെയ്യുന്നു. 1963 അവരുടെ ഇമ്പോർട്ടിൻ്റെ വാല്യൂ വെറും 20 മില്യൺ ആയിട്ട് കുറയുകയാണ്. അപ്പോൾ ഇവിടെ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണ്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിട്ടാലിയേഷൻ മുന്നോട്ട് വെക്കുകയാണ്, ഒരു റിട്ടാലിയേറ്ററി താരിഫ് മുന്നോട്ട് വെക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജർമ്മനിയൊക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ധാരാളം ട്രക്കുകളുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ട്രക്കുകളുടെ മുകളിൽ ഒരു 25% താരിഫ് അമേരിക്ക തിരിച്ച് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജർമ്മൻ ട്രക്കുകളുടെ വിൽപ്പന അമേരിക്കയിൽ കുത്തനെ ഇടിയുകയും അമേരിക്കൻ ട്രക്കുകളുടെ വിൽപ്പന ഉയരുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ യൂറോപ്പിലുള്ള ആളുകളെ മുഴുവൻ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ യൂറോപ്പിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. കുറേയൊക്കെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരിക തന്നെ ചെയ്യണം. സോ അമേരിക്കൻ ചിക്കനും ഇപ്പോൾ യൂറോപ്പിൽ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ ഫാർമേഴ്സ് അവരുടെ ചിക്കൻ്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. സോ ഈ ട്രേഡ് വാറിൻ്റെ ഭാഗമായി യൂറോപ്പിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവുമില്ലാതെ അവർ കഴിക്കുന്ന ചിക്കൻ്റെ വില ഉയരുകയും ഉയർന്ന വില കൊടുത്ത് അവർക്ക് ചിക്കൻ കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇതേ കാര്യം തന്നെ അമേരിക്കൻ ട്രക്കുകളെ സംബന്ധിച്ച് അമേരിക്കയിൽ നടക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഈ താരിഫുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേലെ താരിഫുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഒരു റിട്ടാലിയേറ്ററി താരിഫ് ഉണ്ടാവുകയും ഇത് പിന്നീട് വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ട്രേഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുകയും ഇത് രണ്ട് രാജ്യങ്ങളുടെയും എക്കോണമികൾക്ക് ദോഷമായിട്ട് മാറുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ രാജ്യത്തെയും കൺസ്യൂമേഴ്സാണ് ഇതിൻ്റെ എല്ലാം ചെലവ് വഹിക്കേണ്ടി വരുന്നത്. ഇത് ആളുകളുടെ മേലെ ഒരു സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിലവിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ താരിഫുകളുടെ ഭാഗമായിട്ട് കാനഡ, മെക്സിക്കോ, ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ മുകളിൽ അമേരിക്ക താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് മേലെ റിട്ടാലിയേറ്ററി താരിഫുകൾ പ്രഖ്യാപിക്കുകയും അതൊരു ട്രേഡ് വാറിൻ്റെ സിറ്റുവേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലോകത്ത് ഒരു രാജ്യത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ രാജ്യത്ത് വെച്ച് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മൊട്ടുസൂചി മുതൽ സൂപ്പർ കമ്പ്യൂട്ടർ വരെ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള താരിഫുകൾ രാജ്യങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് പല ആളുകളും മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ തന്നെ ഉദാഹരണം എടുക്കുകയാണ്. ചൈനീസ് സ്മാർട്ട് ഫോണുകൾക്ക് മുകളിൽ നമ്മൾ താരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യയിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമേഴ്സ് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ കമ്പനികളോ ഫാക്ടറികളോ തുടങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചാൽ പോരെ എന്നുള്ളൊരു സംശയം ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നാമത്തേത് എന്ന് പറയുന്നത് സമയമാണ്. നമ്മളൊരു രാജ്യത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഒരു താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഫാക്ടറിയും പ്ലാന്റും ഒന്നും ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. അതിന് വലിയ രീതിയിലുള്ള കാലതാമസം എടുക്കുമെന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ അത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആവുകയുള്ളൂ. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ് എന്ന് കാണാം. ബംഗ്ലാദേശിൽ നിന്നും വളരെ ചീപ്പായിട്ടാണ് തുണിത്തരങ്ങൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ചീപ്പ് ലേബറാണ്.
ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിലെ ഒരു ആവറേജ് അവർലി വേജ് നോക്കുകയാണെങ്കിൽ അത് $5 മുതൽ $7 വരെയാണ് എന്ന് കാണാം. ഒരു തുണിമില്ലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവർലി വേജ് ഇതിലും വളരെ താഴെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ രീതിയിലാണ് ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അമേരിക്കയിലെ ആവറേജ് അവർലി വേജ് എന്ന് പറയുന്നത് $22 $28 ഇടയിലാണ് എന്ന് കാണാം. അപ്പോൾ ഈ രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നുമുള്ള ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം അമേരിക്കയിൽ ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയാണ് എങ്കിൽ ഈ താരിഫ് ഏർപ്പെടുത്തിയ തുകയേക്കാൾ കൂടുതലായിരിക്കും ഇവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തുണിത്തരങ്ങളുടെ വില എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് പലതരത്തിലുള്ള വസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും പല രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെയൊക്കെ താരിഫ് ഒരു പ്രശ്നമായി മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ താരിഫൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പോർട്ട് ഫ്രണ്ട് ലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അമേരിക്ക കാനഡയ്ക്ക് മേലെ 25% താരിഫ് പ്രഖ്യാപിക്കുകയാണ്. അമേരിക്കയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ കാനഡയിൽ നിന്നുമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ താരിഫ് നിലവിൽ വന്നു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുമെന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ ഇമ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും? ഈ താരിഫ് നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ മാക്സിമം സാധനങ്ങൾ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതിനെയാണ് ഇമ്പോർട്ട് ഫ്രണ്ട് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെയും കാനഡയുടെയും മേലിൽ ഡൊണാൾഡ് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്നു. അത് ഫെബ്രുവരി 1 നിലവിൽ വരുമെന്ന് പറയുന്നു. പിന്നീട് 30 ദിവസത്തെ അവധി കൊടുത്ത് മാർച്ച് 4 നിലവിൽ വരുമെന്ന് പറയുന്നു. വീണ്ടും അത് ഡിലേ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ തവണയും താരിഫ് പ്രഖ്യാപിച്ച് അത് ഡിലേ ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കയിലെ ഇമ്പോർട്ടേഴ്സ് കൂടുതൽ സാധനങ്ങൾ കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയും അത് അമേരിക്കയുടെയും കാനഡയുടെയും ഇടയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇത് അമേരിക്കയുടെയും കാനഡയുടെയും ഇടയിൽ മാത്രമല്ല, അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് പ്രഖ്യാപിക്കുന്നുണ്ടോ ആ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഇടയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എല്ലാം വൈഡൻ ചെയ്യുന്നതിന് ഇത് കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, GDP യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഞാൻ പറയുന്നുണ്ട്. GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ് C+I+G+X-M എന്ന് പറയുന്നത്. ഇതിനകത്ത് അവസാനത്തെ X-Mനെയാണ് നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ X-M വർദ്ധിക്കുകയും ആ രാജ്യത്തിൻ്റെ നെറ്റ് എക്സ്പോർട്ട്സിൻ്റെ വില താഴേക്ക് പോവുകയും ഇതിൻ്റെ ഭാഗമായി ആ രാജ്യത്തിൻ്റെ GDP തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുതന്നെയാണ് അമേരിക്കയുടെ കാര്യത്തിൽ നടക്കുന്നത്. ഈ ഇമ്പോർട്ട് ഫ്രണ്ട് ലോഡിങ് വലിയ കാര്യമായി നടന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നെറ്റ് എക്സ്പോർട്ട്സിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് അമേരിക്കയുടെ GDPയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി താരിഫ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത്. കാരണം ഈ താരിഫൊക്കെ പ്രഖ്യാപിച്ച് സാധനങ്ങളുടെ വില കൂടി കഴിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഇത് പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്. സാധനങ്ങളുടെ എല്ലാം വില മുകളിലേക്ക് പോവുകയും അത് ഇൻഫ്ലേഷന് കാരണമാവുകയും ചെയ്യുമ്പോൾ അവരുടെ സ്പെൻഡിങ്ങിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ആ രാജ്യത്തിൻ്റെ എക്കോണമിക് സ്ലോ ഡൗണിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേലെ താരിഫ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള താരിഫുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്തിനാണ് ഈ താരിഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാരിറ്റിയുള്ള മറുപടി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം കാനഡ, മെക്സിക്കോ, ചൈന പോലെയുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷനുമാണ്. ഈ രാജ്യങ്ങൾ ഇത് രണ്ടും തടയുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് പോലെയാണ് ഈ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പൊളിറ്റിക്കൽ റീസൺസിനെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു താരിഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ മറ്റു പല ആളുകൾ പറയുന്നത് അമേരിക്കയും ഈ രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ട്രേഡ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ താരിഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇതൊരു ടാർഗറ്റഡ് താരിഫ് അല്ല. ഈ രാജ്യങ്ങൾക്ക് മേലെ ഒരു ബ്ലാങ്കറ്റ് താരിഫ്, എല്ലാ പ്രോഡക്റ്റുകൾക്കും മേലെ താരിഫ് പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു തരത്തിലുള്ള താരിഫുണ്ട്, അതിനെയാണ് ടാർഗറ്റഡ് താരിഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് താരിഫിന് ഇമ്പാക്റ്റ് കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി, അതുപോലെ തന്നെ അമേരിക്കയിലെ മൈക്രോ ചിപ്പ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് മേലെ, ടാർഗറ്റഡ് പ്രൊഡക്ട്സിന് മേലെ മാത്രം താരിഫുകൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ താരിഫ് പ്രഖ്യാപിക്കുന്നത് എന്നും അത് പ്രഖ്യാപിച്ച രീതിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ അൺസർട്ടനിറ്റിയാണ്.
പല രാജ്യങ്ങൾക്ക് മേലെ താരിഫ് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാനഡ, മെക്സിക്കോ ഉള്ള രാജ്യങ്ങൾക്ക് മേലെ ഫെബ്രുവരി 1-ാം തീയതി താരിഫ് പ്രഖ്യാപിക്കുമെന്ന് ആദ്യം പറയുന്നു. എന്നാൽ അവർക്ക് 30 ദിവസത്തെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നു. അതിനുശേഷം മാർച്ച് 4-ാം തീയതി താരിഫ് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. താരിഫ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളെയും ഈ താരിഫിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഓയിൽ, അതുപോലെ തന്നെ എനർജി, കനേഡിയൻ ഓയിലിനെ അമേരിക്ക വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കനേഡിയൻ ഓയിലിന് മുകളിൽ 25% നികുതിയില്ല, വെറും 10% നികുതിയായിട്ട് ഇത് കുറച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ, ഈ അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങൾക്കിടയിലെ വാഹന വിപണി വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പല പാർട്ടുകളും പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നു, അതിൻ്റെ അസംബ്ലി വേറൊരു രാജ്യത്ത് നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനങ്ങൾ പലതവണ ബോർഡറുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 25% മാത്രമാണ് താരിഫ് എങ്കിലും, അപ്പോൾ ഇതിങ്ങനെ പലതവണ ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലതവണ താരിഫ് ഏർപ്പെടുത്തേണ്ടി വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനങ്ങളുടെയൊക്കെ വില വലിയ രീതിയിൽ മുകളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഫോർഡിൻ്റെ F-150 എന്ന് പറയുന്നത്. ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഓരോ വാഹനത്തിൻ്റെയും വില $10,000 മുതൽ $12,000 വരെ ഉയരും എന്നുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റുകൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫോർഡ്, ഷെവർലെ, ക്രൈസ്ലർ പോലെയുള്ള പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം ഈ താരിഫിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം പല പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളെയും ഈ താരിഫിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നു. പിന്നീട് പറയുകയാണ് ഏപ്രിൽ മാസത്തിൽ ഈ താരിഫുകളെല്ലാം വീണ്ടും റീഇംപോസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കൻ സാമ്പത്തിക മേഖലയുടെ ഭാവി എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മാർക്കറ്റ് പാനിക് ആവുകയും അതിൻ്റെ ഭാഗമായി അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിലുള്ള തകർച്ച നേരിടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം S&P 500 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ $4 ട്രില്യൺ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ $4 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5-6 രാജ്യങ്ങൾ ഒഴികെ ലോകത്തിലെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും GDPക്ക് മുകളിലുള്ള ഒരു തുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്രയും വലിയൊരു ഇടിവ് നേരിടുന്നു. അതുപോലെ തന്നെ ടെക് ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്കിലും വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടായിരിക്കുകയാണ്. മെറ്റ, എൻവിഡിയ പോലെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലെല്ലാം 5% ഇടിവുണ്ടാവുന്നു. ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് 15% ഇടിവുണ്ടാവും നമുക്ക് കാണാൻ സാധിക്കും. ടെസ്ലയ്ക്ക് മറ്റു പല വിഷയങ്ങളുമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തകർച്ചയെ നേരിടുന്നു എന്ന് മാത്രമല്ല ആളുകളൊക്കെ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ഇത് US ഡോളറിന്റെ തന്നെ മൂല്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൺസ്യൂമർ സ്പെൻഡിങ് ഇല്ലാതാവുക എന്നുള്ളത്. കാരണം ഈ താരിഫൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ സാധനങ്ങളുടെയൊക്കെ വില മുകളിലേക്ക് പോകും എന്നുള്ള ഒരു ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ GDPയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ് എന്ന് പറയുന്നത്. അവിടെ ഇടിവ് വരുന്നു. ഇനി അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ട് ഫ്രണ്ട് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വരുമ്പോൾ നെറ്റ് എക്സ്പോർട്സിലും കുറവ് വരുന്നു. ഇങ്ങനെ GDPയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിലെല്ലാം കുറവ് വരുന്നത് അമേരിക്കൻ GDPയെ സാരമായി ബാധിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ അറ്റ്ലാന്റ ഫെഡറൽ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുള്ള നൗകാസ്റ്റ് ഡേറ്റ നോക്കുകയാണെങ്കിൽ ഈ ട്രംപ് അധികാരത്തിൽ വന്ന ഫെബ്രുവരിയുടെ ആദ്യ സമയങ്ങളിലൊക്കെ അവർ GDPയുടെ ഒരു ഗ്രോത്ത് ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് 4% എങ്കിൽ ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് വരികയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരികയും ചെയ്ത ഈ സമയത്ത് അമേരിക്കയുടെ GDP ഗ്രോത്ത് റേറ്റ് പറഞ്ഞിരിക്കുന്നത് -2.4%. അതായത് അമേരിക്കയുടെ GDP കോൺട്രാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് കാണാം. GDP കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്വാർട്ടറുകളിൽ കോൺട്രാക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് റിസഷനിലേക്ക് നയിക്കുമെന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അമേരിക്കൻ എക്കോണമി ഒരു റിസഷനിലേക്ക് പോയേക്കാം എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്ക റിസഷനിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായ ഒരു മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഇതൊരു ട്രാൻസിഷൻ പീരിയഡ് ആണ് എന്നാണ്. ഈ താരിഫൊക്കെ ഏർപ്പെടുത്തി കഴിയുമ്പോൾ കുറച്ച് കാലത്തേക്ക് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള സൂചനകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചതോടുകൂടി ഒരു റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവാനുള്ള സാധ്യത ആളുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഇതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്, ലോങ് ടൈമിലേക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച അമേരിക്കയ്ക്ക് ഉണ്ടാവും. മാത്രമല്ല ഈ താരിഫിന്റെ ഭാഗമായി അമേരിക്കൻ ഗവൺമെന്റിന് കിട്ടുന്ന എക്സ്ട്രാ വരുമാനത്തിലൂടെ അമേരിക്കയിലെ ജനങ്ങൾക്ക് നികുതി ഇളവുകൾ, ടാക്സ് കട്ടുകളൊക്കെ നൽകാനും അമേരിക്കൻ എക്കോണമിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു.
അപ്പോൾ താരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയയുടെ ഭാഗമായി അമേരിക്കൻ എക്കോണമി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണ്, മാത്രമല്ല താരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണ് മുതലായ കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.